ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കടുമ്പാണ് ഉണ്ടാക്കിയത്. ഇത് ഞാൻ രാവിലെ കുട്ടികൾ മദ്രസയിൽ പോകുന്ന ടൈമിലാണ് ഉണ്ടാക്കിയത്. എന്തെന്ന് വെച്ചാൽ കടുമ്പ് ചൂടോട് കൂടി കഴിക്കുമ്പോൾ അത് പറ്റും. അപ്പോൾ അതിൻ്റെ ചൂട് പോയിട്ട് വേണം കഴിക്കാൻ. അതുകൊണ്ട് ഞാനിത് രാവിലെ ഉണ്ടാക്കി. അങ്ങനെ അപ്പോഴുള്ള കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം ഞാൻ നനക്കാൻ വന്നു. നനക്കാൻ കുറേ ഡ്രസ്സുണ്ട്. ഇത് 2 ദിവസം ഡ്രസ്സ് നനക്കാനുണ്ടായിരുന്നു. പിന്നെ വാഷിലിടാമെന്ന് വിചാരിച്ചിട്ടാകുമ്പോൾ ചെരുപ്പെല്ലാം കഴുകാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് കൈ കൊണ്ട് തന്നെ നനക്കാമെന്ന് വെച്ചു. പിന്നെ ഇത് 2 ദിവസം മുമ്പും ഞാൻ നനച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷൂ ആണിത്. എപ്പോഴും നനക്കാൻ ഷൂ അല്ലെങ്കിൽ വൈറ്റ് ഡ്രസ്സ് എന്തെങ്കിലും ഒന്നായിട്ടുണ്ടാവും. പിന്നെ നനക്കാനുള്ള സോപ്പ് എടുത്തു. ഉജാല സോപ്പും പവർ സോപ്പും. ഉജാല സോപ്പ് വൈറ്റ് ഡ്രസ്സ് നല്ലോണം മണ്ണുള്ളതിനെല്ലാം ഞാൻ ഇടലേ, പവർ മറ്റുള്ളതിന്. അങ്ങനെ ഞാൻ മുറ്റമടിക്കാനും മാച്ചെടുക്കാൻ വന്നപ്പോൾ മുറ്റത്ത് മാച്ചില്ല. ഇതെല്ലാം കുട്ടികൾ സ്കൂളില്ലാത്ത ദിവസത്ത് എടുത്തു കൂട്ടിയ പണിയാണ്. ഒരു ടെൻറ്റ് ഉണ്ടാക്കി, പിന്നെ അത് നീണ്ടുകൊണ്ട് പോയിട്ട് ഇപ്പുറം വരെ എത്തി. ഇനി അതിൻ്റെ ഇപ്പുറം ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ സ്കൂൾ തുറന്നു. പിന്നെ ഞാൻ ഈ ചൂലെടുത്തതിന് ശേഷം മുറ്റമടിച്ചു. കുറേ കാട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ 4-5 ദിവസമായി അടിക്കാത്തത്, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഇല പൊയ്യുന്ന സമയമല്ലേ, അതുകൊണ്ട് ഇഷ്ടം പോലെ മുറ്റത്ത് കാട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നമ്മളെ മീനുണ്ട് എന്ന് പറയപ്പെടുന്നു. ഞാൻ അതിലത്തെ മീനൊന്നും നോക്കാൻ പോയിട്ടില്ല. കുഞ്ഞു കുഞ്ഞു മീനാണ്. അങ്ങനെ അടിച്ചതിനെല്ലാം ശേഷം കാണുമ്പോൾ തന്നെ നല്ലൊരു സമാധാനം. അങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ ഈ കുട്ടികൾ ടെൻറ്റ് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് മുട്ടായി എല്ലാം തിന്നുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ നിന്ന് ഞാൻ മുട്ടായിൻ്റെ പ്ലാസ്റ്റിക് കവേഴ്സ് എല്ലാം പറക്കിയെടുത്തു. ഇത് ഞാൻ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറം ഒരു കാലി സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് ഇടലാണ് ഈ കാട്ടങ്ങൾ. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കെല്ലാം ഇട്ടാൽ അതൊരു നല്ലതല്ല മണ്ണിലേക്ക് പോകുമ്പോൾ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പ്ലാസ്റ്റിക്കെല്ലാം ഇങ്ങനെ പറക്കിയെടുത്തിട്ട് ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കലാണ്. പിന്നെ ഇതെല്ലാം ജൈവമല്ലേ, അപ്പോൾ മണ്ണിലലിഞ്ഞ് പോകും. പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം പറക്കിയെടുത്തിട്ട് ഒരു സൈഡിൽ വെച്ചു. ഒരു കൊട്ടയിൽ തന്നെയാണ് അതിട്ട് വെച്ചത്. അങ്ങനെ കൊട്ടയിലിട്ട് വെച്ചിട്ട് അത് ഉള്ളിലൊരു ബക്കറ്റ് ഉണ്ടാവും, അതിലിട്ട് വെച്ചിട്ട് അതൊരു കൊട്ടയാക്കിയിട്ട് വെച്ചിട്ട് എടുത്തേക്കും. പിന്നെ ആ ബക്കറ്റിലേക്ക് പിന്നെ ഒരു കൊട്ട ഇടും. അങ്ങനെ അത് നിറഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഒരു കൊട്ട, അങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കൽ. അങ്ങനെ അടിച്ചിട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം നനക്കാൻ പോയി. നനച്ചിട്ട് ഏകദേശം കഴിഞ്ഞു. ഇതാ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു ഗൈസ്. കുറേ ഡ്രസ്സ് നനച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെയുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ ചെരുപ്പ് കഴുകാൻ ഇവിടെ വെച്ചു. ഈ ചെരുപ്പെല്ലാം ഞാൻ ഉജാല സോപ്പിലാണ് കഴുകാറുള്ളത്. സോറി, ചെരുപ്പല്ല, ഷൂ ആണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ലേസീനും മക്കളെല്ലാം ഒന്ന് നോക്കി. ഇതാ ലേസീൻ്റെ 4 മക്കൾ, 2 മഞ്ഞ അടുത്തടുത്തുണ്ട്, പിന്നെ 2 പുറത്തുണ്ട്. പിന്നെ ഇതാ ലേസി എൻ്റെ ബക്കിൽ തന്നെ വന്നതാണ്. അങ്ങനെ നനച്ചിട്ടായിട്ട് ഞാൻ ഈ തുണിയെല്ലാം ആറിയിട്ടു. കുറേ തുണി ഉണ്ടായിരുന്നു. ഈ ആറിയിട്ട തുണി നോക്കുമ്പോൾ ഒരു സമാധാനം, ഞാൻ ഇത്രയെല്ലാം നനച്ചല്ലോ. പിന്നെ ഉള്ളിൽ വന്നിട്ട് ഞാൻ പാത്രമെല്ലാം കഴുകി. ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. എന്തെന്ന് വെച്ചാൽ കുറേ പണിയുണ്ട്, സ്റ്റിച്ച് ചെയ്യാനുമുണ്ട്, പിന്നെ പോവാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ എൻ്റെ മോന് മാർവെൽസ് വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടിരുന്നു. ഫസ്റ്റ് ഒരു ആവേശത്തിന് ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇടവെക്കും, പിന്നെ അത് കാണേണ്ടത് ഞാനാണ്. ഇത് 2-3 മാസം മുമ്പ് എപ്പോഴോ ഓനെടുത്ത പണിയാണ്. 3 മാസമൊന്നുമല്ല, ഒരു 6 മാസമായി കാണും. അത് അടയുണ്ട്. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് മിഷൻ്റെ മുകളിൽ കുറേ എന്തെല്ലോ കച്ചറുണ്ട്. അതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ തലേ ദിവസം നൂല് വാങ്ങിച്ചിരുന്നു, ഒരു യെല്ലോ നൂല്. അത് വെച്ചിട്ടാണ് ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അങ്ങനെ മിഷൻ്റെ ഈ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ആ നൂലെല്ലാം എടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാനിരുന്നു. ഇത് ഷേപ്പ് ചെയ്യാനുള്ള ഡ്രസ്സാണ്. ഇതെല്ലാം ഞാൻ 2 ദിവസം മുമ്പ് മാർക്ക് ചെയ്തതും കട്ട് ചെയ്തതാണ്. മിഷൻ്റെ അടുത്ത് ഇരിക്കാനേ ടൈം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഇന്നെന്തായാലും ഇത് തീർക്കണമെന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനിരുന്നു. ഫസ്റ്റ് ബോബിൻ നിറച്ചു. പിന്നെ ബോബിൻ നിറച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യണം. ഇതൊരു ഗൗണാണ്, ഫ്രില്ല് വെച്ചിട്ടുള്ള ഒരു ഗൗണ്. പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ ഒരു ഗൗണ് പോലെ ഒന്നായിട്ടാ. എന്താണെന്ന് വെച്ചാൽ തുണി അത്ര ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് ബാക്ക് പീസിലേക്ക് നെക്കിലേക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അങ്ങനെ ഇതിൻ്റെ കരയെല്ലാം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഞാൻ ഭയങ്കര തിരക്കിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 11 മണിക്ക് ട്യൂഷനാണ്. അതിൻ്റെ ഉള്ളിൽ ആവണം. അങ്ങനെ നോക്കുമ്പോൾ ലേസിൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ, ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി. ഫസ്റ്റ് ഞാൻ ജനൽ നോക്കുമ്പോൾ കുഞ്ഞിങ്ങനെ ഇടയിൽ ഇറങ്ങിയിട്ട് കയറുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് ഓടിപ്പോയി. എങ്ങനെ ഈ കുഞ്ഞ് ഇതിൻ്റെ ഇടയിൽ എത്തിയതെന്ന് അറിയുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്.
പിന്നെ ആ ഇരുമ്പ് പോലത്തെ സാധനമല്ല, അതെല്ലാം കുറച്ച് താണിട്ടുണ്ട്. ഈ കുഞ്ഞിക്ക് അതെല്ലാം കുത്തുമല്ലോ അമ്മയ്ക്ക്. അങ്ങനെ ഞാൻ കുറേ ട്രൈ ചെയ്തു അതെടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ എൻ്റെ നെയ്ബറിനെല്ലാം കൊണ്ടുവന്നിട്ട് ഞാനെല്ലാം കുറച്ച് പണിപ്പെട്ടിട്ടാണ് ഈ കുഞ്ഞിനെ പുറത്തെടുത്തത്. ഇയാളാണ് ഇടയിൽ കുടുങ്ങിയ വ്യക്തി. പിന്നെ ഈനെ ഞാൻ കുറച്ച് വെള്ളമെല്ലാം കുടിപ്പിച്ചു. വെള്ളമൊന്നും കുടിച്ചിട്ട. പിന്നെ 3 താഴെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പൂച്ചക്കുഞ്ഞിനും കൂടി എടുത്ത് ഇവൻ്റെ ഒക്കെ ഇട്ടു. ഇവരിപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട്. പിന്നെ ഇവർ പുറത്തായത് കൊണ്ട് കണ്ടംപൂച്ച വന്ന് കടിക്കുമെന്ന് ഭയങ്കര പേടി. അതിനുകൊണ്ട് ഞാനിപ്പോഴും അറേൻ്റെ ജനൽ തുറന്ന് വെച്ചിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഇത് ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ ഇത്ര സ്റ്റിച്ച് ചെയ്തു. ഇത് ഉച്ചയാകുമ്പോഴേക്കല്ല, ആ സമയത്ത് തന്നെ ട്യൂഷൻ തുടങ്ങുന്നതിനായിട്ട് മുമ്പ് ഞാൻ നെക്ക് സ്ക്വയറാണ്. പിന്നെ ആ ഒരു താഴത്തെ ഭാഗം ഉണ്ടല്ലോ, അത് നെക്കിലേക്ക് സ്ക്വയറായിട്ട് വരണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞില്ല. പിന്നെ നെക്കും ബാക്ക് പാർട്ടും ഇതേപോലെ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഹാൻഡ് ലൈനിങ്ങും സ്ലീവ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര എടുത്തിട്ട് ഞാൻ കിച്ചണിലേക്ക് ജോലി ചെയ്യാൻ പോയി. നമുക്ക് ചരച്ച് വെച്ച് തേങ്ങ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് രാവിലെ തേങ്ങ ഒലിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്നിച്ച് ചരിച്ച് വെച്ചു. ഇങ്ങനെ ഒന്നിച്ച് ചരിച്ചിട്ട് ഇതുപോലെ ഒരു കവറിലിട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് അത് യൂസ് ചെയ്യാം. ഇത് ഫ്രീസറിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് എന്തോ മണക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുത്തു. ഒരു തേങ്ങയില്ല, ഒരു 3/4 തേങ്ങ ഉണ്ടായിരുന്നു. അത് നന്നായി വറുത്തെടുത്തു. പിന്നെ ഞാൻ അടുപ്പിൻ്റെ ഈ തീയിലേക്ക് ഒരു ഉള്ളി ചുടാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നു. പിന്നെ ഞാൻ ചോറിലേക്ക് അരിയെല്ലാം ഇട്ടു. ഉള്ളി എന്തായെന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ളി റെഡി ആയിട്ടൊന്നുമില്ല. ഒരു ഭാഗം അതേപോലെയുണ്ട്. അങ്ങനെ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം ഈ തേങ്ങ അരക്കാനിട്ടു. കല്ല് നന്നായി കഴുകിയതിന് ശേഷം അരച്ചു. ഇത് ഫസ്റ്റ് ഞാൻ മിക്സിയിൽ അരക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മിക്സിയിലാകുമ്പോൾ അത്ര ഒരു നന്നായി അരിഞ്ഞ് കിട്ടില്ല. ഒരു തരി പോലെ ഉണ്ടാവും. അതാകുമ്പോൾ നമുക്കൊരു ശരിയാകുന്നില്ല. തരി പോലെ ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രിഡ്ജ് നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഒരു പായം ഉണ്ടായിരുന്നു, ഒരു കൊട്ടയിൽ വെച്ചിട്ട്. ഇത് അന്ന് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഒരു പായം ഉണ്ടായത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയതാണ്. അത് ആടെ തന്നെ ബാക്കിയായി. പിന്നെ ഞാനത് കളയാമെന്ന് പറഞ്ഞെടുത്തിട്ട് നമുക്ക് അത് തൊടുമ്പോൾക്ക് നീങ്ങുന്നൊന്നുമില്ല, നല്ല ഹാർഡായിട്ട് തന്നെ ഉണ്ട്. ഇങ്ങനെ അതിൻ്റെ തൊലി മാത്രം കറുത്ത് പോയതാണ്. പിന്നെ അത് ഇതേപോലെ മുറിച്ചിട്ട് അതിലേക്ക് മൈദ, പഞ്ചസാര, ഉപ്പ് അതെല്ലാം ഇട്ട്. പിന്നെ ഇതിപ്പോൾ ഉണ്ടാക്കുന്നതാണ്, പിന്നത്തിലേക്ക് ഞാൻ വെക്കുന്നൊന്നുമില്ല. അതിനോട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിലേക്ക് 2 മുട്ട പൊയങ്ങാനിട്ടു. ഈ മുട്ട ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ആംലേറ്റ് ആക്കാമെന്ന്. പിന്നെ വിചാരിച്ച് ഇത് കറീൻ്റെ ഒപ്പം ഇട്ടിട്ട് ഒരു മുട്ടക്കറി പോലെ ആക്കാമെന്ന്. പിന്നെ ചോറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതിനെ എണ്ണയിലേക്ക് ഇട്ടു. ഇത് നല്ല തീ ഉണ്ടായിരുന്നു. ഫസ്റ്റ് 2 കണ്ട് വിറകുണ്ടായിരുന്നു. ഞാൻ അത് തേയിലാന്ന് പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ 2 ചെപ്പും കൂടി ഇട്ടതാണ്. പിന്നെ നല്ല തീയായിട്ട് ഇത് ഇട്ടപാടേ ഒരു കരിഞ്ഞതുപോലെയായി. പിന്നെ അതിൻ്റെ ഇടയിൽ ഉള്ളിയെല്ലാം റെഡി ആയിട്ടുണ്ടായിന്. അങ്ങനെ ഉള്ളി എടുത്തിട്ട് അതിൻ്റെ തൊലി കറുത്ത ഭാഗമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതും അരക്കാനിട്ടു. ഇങ്ങനെ അരക്കുന്നതിലേക്ക് ചുട്ട ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഗൈസ്, ഈ എണ്ണക്കടിയുടെ അവസ്ഥ ഇങ്ങനെ തീ കൂടിപ്പോയി. പിന്നെ ഈ അടുപ്പിലാകുമ്പോൾ തീ കൂടിയെങ്കിൽ അങ്ങനെ എന്തും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതെല്ലാം എടുത്തു, കുറച്ച് കരിഞ്ഞു പോയി, സാരമില്ല. പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പിലിട്ടു. ഈ കറിക്ക് ഉള്ളി വഴറ്റാനല്ല തീ എത്ര ഉണ്ടെങ്കിലും പ്രശ്നമില്ല. പിന്നെ കുറച്ച് ഉള്ളി വഴന്ന് വന്നതിന് ശേഷം തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഇട്ടു. അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും അരക്കാനിട്ടിരുന്നു പേസ്റ്റ് ആക്കുമ്പോൾ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇടാറുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ നൂഡിൽസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്ക് അങ്ങ് സ്കൂളിലേക്ക് പോകാനുണ്ടായിരുന്നു. 2 കുട്ടികളെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ പോകുന്ന സമയത്ത് ഞാൻ ഇത്ര സ്റ്റിച്ച് ചെയ്ത് വെച്ചു. കംപ്ലീറ്റ് ആയിരുന്നിട്ടുണ്ടായിരുന്നില്ല. PTA മീറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. ഒരു കുട്ടീൻ്റെ ജനറൽ ബോഡി യോഗവും പിന്നെ ഒരാളെ ക്ലാസ് PTയും. ഇത് അങ്ങനെ സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം ഈവനിങ് ഗ്രോസറീസ് വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലും പോയിരുന്നു. പിന്നെ ഇത് രാത്രി ഈ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ടൊമാറ്റോ സോസ്, ചില്ലി സോസ് ഇട്ടു. ചില്ലി സോസ് ഇതേപോലത്തെ ബോട്ടിലാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല്ലെടുക്കാൻ. പിന്നെ കുറച്ച് സോയ സോസ് ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തു. പിന്നെ
അതിലേക്കുള്ള ഒരു മസാല പൗഡർ. ഇത് ഇപ്പി നൂഡിൽസാണ്. കുട്ടികൾക്കാണെങ്കിൽ ഇപ്പി നൂഡിൽസ് തീരെ ഇഷ്ടമില്ല. ഇത് ഞാൻ തലേ ദിവസം സപ്ലൈകോയിൽ പോയത്. അവിടെ നമുക്ക് ഇപ്പി നൂഡിൽസ് മാത്രം ഉണ്ടായിരുന്നുള്ളത്. പിന്നെ ഞാൻ ഉള്ളത് എടുത്തിട്ട് വന്നതാണ്. പിന്നെ ഇന്ന് പോയിട്ട് നമുക്ക് മാഗി എടുക്കാമെന്ന് വെച്ചു. പിന്നെ മാഗി എടുത്താൽ ആ കൊണ്ടുവന്ന നൂഡിൽസ് ഇപ്പി അവിടെ തന്നെ ബാക്കിയാവും, മാഗി തീരും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഇത് തീരട്ടെ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചില്ല. പിന്നെ ഇത് തിള വന്നതിന് ശേഷം അതിലേക്ക് ഈ നൂഡിൽസ് ഇട്ടു. കുട്ടികൾക്ക് ഇതുപോലെ ഗ്രേവിയുള്ള നൂഡിൽസാണ് ഇഷ്ടം. ഡ്രൈ ആയത് അവർ കഴിക്കാറില്ല. കഴിക്കും, എന്നാലും ഞാൻ ഇതേപോലെ ആക്കൽ. ഇതിൻ്റെ ആ ഒരു ഗ്രേവി കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു ടോപ്പിങ്ങും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ പൊട്ടിച്ച് നോക്കി. ഇതേപോലെ ഒരു എന്തെന്ന് പറയാൻ അറിയുന്നില്ല, എന്തോ ഒരു പൊടി, പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടോ, ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഇട്ടതിന് ശേഷം അതും മിക്സ് ചെയ്തു. അങ്ങനെ രാത്രി എൻ്റെ കുറച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിന് പത്തലിടാൻ വേണ്ടി വന്നു. ഇത് പത്തലിൻ്റെ പൊടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പൊടിച്ച് വെച്ചത്. നല്ല പത്തലായിരുന്നു. അങ്ങനെ പത്തൽ ചുടാൻ വേണ്ടി വെച്ചോ. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ സന്ധ്യാസമയത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് മുളക് പൊടിയും ഉപ്പും കുറച്ച് ചേർക്കുക, അത്ര വെച്ചിട്ടായിട്ട് അതും എണ്ണയിലിട്ടു. ഇവിടെ പത്തൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഓരോ പത്തലിലേക്കും ഞാൻ നെയ്യ് വരട്ടി വെക്കും, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വരട്ടി വെക്കലേ. ഇന്ന് തേങ്ങ ഫ്രീസറിലായിരുന്നു, അതുകൊണ്ട് അത് അപ്പം റെഡി ആയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് എല്ലാത്തിലേക്കും ഞാൻ നെയ്യ് പാട്ടി വെച്ചു. അങ്ങനെ ചിക്കൻ ഫ്രൈൻ്റെ പരിപാടി ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിറ്റേ ദിവസം കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വട്ടം പാലിലേക്ക് കസ്റ്റേർഡ് പൗഡർ ഇട്ടിട്ട് റെഡിയാക്കി വെക്കണം. അങ്ങനെ ആകുമ്പോൾ പിറ്റേ ദിവസം അത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഉച്ചയാകുമ്പോൾ റെഡിയാവും. അതിന് 2 വട്ടം പാലെടുത്ത് മിൽമ പ്രൈം, ഇത് 525 ml പാലാണ്. പിന്നെ അതിലേക്ക് കുറേ പഞ്ചസാര ഇട്ട് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പിറ്റേ ദിവസം പഞ്ചസാര തേഞ്ഞില്ല. പിന്നെ ഞാൻ പഞ്ചസാര ഇട്ടു. പിന്നെ ഇത് കസ്റ്റേർഡ് പൗഡർ, കുറേ നാളായി കസ്റ്റേർഡ്, അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഒന്നിച്ചിട്ടുണ്ടാവാറില്ല. പിന്നെ ഇന്ന് ഈവനിങ്ങിൽ ഞാൻ പോയിട്ട് എല്ലാ ഫ്രൂട്ട്സും വാങ്ങിച്ചു വന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് എത്ര ടേബിൾ സ്പൂൺ പൗഡർ ഇടണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ പാക്കറ്റ് വാങ്ങിച്ചു. 1/2 ml ഓഫ് മിൽക്കിലേക്ക് 2 ടേബിൾ സ്പൂൺ പൗഡറാണ് ഇടേണ്ടത്. അങ്ങനെ ഇത് 1 ലിറ്റർ ഉണ്ടല്ലോ, 4 സ്പൂൺ ഇട്ടു. സ്പൂണിൽ ഇതുപോലെ എടുക്കുമ്പോൾ നല്ല സ്കൂപ്പായിട്ട് വന്നു. അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ ഈ പാക്കറ്റ് നേരെ റബ്ബറിലെല്ലാം കെട്ടി വെച്ചിട്ട്, പിന്നെ ഇത് മിക്സ് ചെയ്യാൻ നോക്കുമ്പോൾ അടിയിൽ കട്ട പോലെ ഉണ്ട്, ഭയങ്കര ഹാർഡായിട്ടുണ്ട്. ആകെ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ടാവും അപ്പോഴേക്കും മാട്. അങ്ങനെ ഇത് കുറേ സമയം ഇങ്ങനെ കലക്കിയിട്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നു. സോഫ്റ്റ് അല്ല, ആ ഒരു കട്ട പോലത്തെ സാധനം അളയിട്ടുണ്ട്. അങ്ങനെ ഇതിടെ വെച്ചിട്ട് പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് കുറേ നാളായി ഫ്രിഡ്ജിൽ. ഫസ്റ്റ് എന്തിനോ പാക്കറ്റ് പൊട്ടിച്ച് വെച്ചതാണ്. പിന്നെ പിള്ളേർ അതിൽ നിന്ന് കുറച്ച് തിന്നിട്ട് ലാസ്റ്റ് ഇത്രയായി. ഈ കസ്റ്റേർഡ് പുഡിങ് അതെല്ലാം റെഡിയാക്കുമ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് എന്തായാലും ഇടണം. നല്ല ടേസ്റ്റാണ് ഇതിട്ടാൽ. അല്ലെങ്കിൽ ഇതിട്ടതും ഇടാത്തതും നമുക്ക് തിന്നുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. പിന്നെ അതെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ ഇപ്പോഴത്തെ ഗ്യാസിൽ പാൽ ചൂടാവാൻ വെച്ചിരുന്നു. അതിൽ നിന്ന് കുറച്ച് ചൂട് പാലെടുത്തിട്ട് ഈ കണ്ടൻസ് മിൽക്കിൻ്റെ ഈ ഡബ്ബയിൽ വെച്ചിട്ട് അതിൽ നിന്ന് മാക്സിമം കിട്ടാനുള്ളത്ര ഞാൻ എടുത്തു. പിന്നെ ഈ മിക്സ് ചെയ്ത ബാറ്റർ പോലത്തത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു. പിന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്തെന്ന് വെച്ചാൽ ഇതിൽ സ്റ്റീലിൻ്റെ പാത്രമാണ്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് തിള വന്നതിന് ശേഷം അത് കീച്ച് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു. ഇത് ഈവനിങ്ങിൽ പോയി വാങ്ങിച്ചതാണ്, ഹസ്ബൻഡ് വാങ്ങിയത്. എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു മത്തങ്ങ പോലത്തെ ഓറഞ്ച് ഇഷ്ടമില്ല. കാണാൻ നല്ല ഉണ്ടാകുന്നത്, പക്ഷേ ടേസ്റ്റ് അത്ര പോരാ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഷേപ്പ് ചെയ്തതാണ്. ഇതെല്ലാം ഞാൻ ഒന്ന് മടക്കി വെച്ചു. കോട്ടൺ ആയതുകൊണ്ട് നല്ല സിമ്പിളായിരുന്നു. പിന്നെ ഇത് ഉച്ചക്കല്ല, ഇത് ഞാൻ രാത്രി തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഇത് നല്ല ഫ്രില്ലിടണമെന്ന് വെച്ചതാണ്, പക്ഷേ ഞാൻ വിചാരിച്ചത്ര ഫ്രില്ല് കിട്ടിയിട്ടാണ്. മെറ്റീരിയൽ 2.4 മീറ്റർ ഉണ്ടായിരുന്നത്. ഇതാ താഴെ ഇതേപോലെ. അതിൻ്റെ ഇടയിൽ ഈ ഒരു ഡ്രസ്സും സ്റ്റിച്ച് ഉണ്ടായിരുന്നു. കട്ടാക്കാന്ന് വെച്ചപ്പോൾ മെറ്റീരിയൽ ചുക്കിച്ചൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അയൺ ചെയ്യാൻ, ഇത് തിന്നായിട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് ഇതുപോലെ ഒരു തോർത്ത് വെച്ചിട്ട് ഞാൻ അയൺ ചെയ്തു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.